തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരിക്ക് അനധികൃത തസ്തിക മാറ്റം. ക്ഷേത്രകഴകമായ വി ശോഭയ്ക്ക് തസ്തിക മാറ്റം നൽകിയത് ക്ലർക്ക് സെക്കൻഡ് ഗ്രേഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ പദവിയിലേക്ക്. നടപടി ക്ലർക്ക് തസ്തികയിൽ അവകാശവാദം ഉന്നയിക്കില്ലെന്ന് ജീവനക്കാരി നൽകിയ സമ്മതപത്രം നിലനിൽക്കെ നിയമനം നൽകാനായി ഹൈക്കോടതി ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും വിമർശനം. തസ്തിക മാറ്റം ചട്ടവിരുദ്ധമെന്ന ദേവസ്വം കമ്മീഷണറുടെ പരാമർശം ജനം ടിവിക്ക്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഏതു തരത്തിലാണ് ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജീവനക്കാരിക്ക് അനധികൃത തസ്തിക മാറ്റം നടന്നിരിക്കുന്നത്? രോഹിണി, 2005 ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചാണ് ശോഭ എന്ന് പറയുന്ന ഈ യുവതി അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിക്കായി ആദ്യം സമീപിക്കുന്നത്. അന്ന് ക്ലർക്ക് തസ്തികയിലേക്കായിരുന്നു അവരുടെ അപേക്ഷ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിൻ്റെ ഒരു കാലതാമസമൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർ കഴകം തസ്തികയിൽ ജോലിക്ക് പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് ഇത്തരത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിലവിൽ ഒരു അവകാശവാദവും ക്ലർക്ക് തസ്തികയിൽ ഉന്നയിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലേക്ക് പുതിയ ഒഴിവുകൾ വരുമ്പോൾ അത്തരമൊരു അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല എന്നുള്ളൊരു സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആശ്രിത നിയമന പ്രകാരം ഇവർക്ക് കഴകം തസ്തികയിൽ ജോലിക്ക് കയറാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നീട് ഇവർ ഇതിനുശേഷം കോടതിയെ സമീപിക്കുന്നു. കോടതിയെ സമീപിച്ച് കോടതിയിൽ അപേക്ഷ നൽകുന്ന സമയത്ത് അപേക്ഷ പരിഗണിക്കണമെന്നുള്ള, അല്ലെങ്കിൽ അപേക്ഷയിൽ പരിശോധന നടത്തണമെന്നുള്ളൊരു ആവശ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അത് ഒരിക്കലും ജോലി നൽകണമെന്നുള്ള ഒരു നിയമന ഉത്തരവോ അത്തരത്തിലുള്ളതോ അല്ല എന്നുള്ളതാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ നടപടികളെ എതിർക്കുന്നവർ പറയുന്നത്. അതിന് തെറ്റായി കോടതിയുടെ നിർദ്ദേശം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിലെ ചില ഉന്നതരുടെ സഹായത്തോടെ ഇവർക്ക് തസ്തിക മാറ്റം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോകുന്നു എന്നുള്ളതും വിമർശനമായി വരുന്നുണ്ട്. ഇത്തരത്തിൽ ഈ കോടതിയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെ ദേവസ്വം ബോർഡ് ചേരുകയും ഇതിലൊരു തീരുമാനമെടുക്കാൻ ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദേവസ്വം കമ്മീഷണർ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു കാതലായ ഭാഗം എന്ന് പറയുന്നത് നിലവിലുള്ള ചട്ടപ്രകാരം, അല്ലെങ്കിൽ സീനിയോറിറ്റി ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന യുവതി ഉൾപ്പെട്ടിട്ടില്ല. ഈ TOT എന്നുള്ള തസ്തിക മാറ്റത്തിനുള്ള ടെസ്റ്റ് അത് പാസ്സായിട്ടില്ല തുടങ്ങിയിട്ടുള്ള. അതോടൊപ്പം തന്നെ നിലവിലുള്ള ചട്ടപ്രകാരം ഇയാൾക്ക്, ഈ പറയുന്ന യുവതിക്ക് കഴകം തസ്തികയിൽ നിന്ന് ക്ലാർക്ക് സെക്കൻഡ് സബ് ഗ്രേഡ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നൽകുന്നതിന് നിയമപരമായ പരിമിതികളുണ്ടെന്നുള്ളതായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ കണ്ടെത്തൽ. അതായത് നിലവിലുള്ള നിയമപ്രകാരം ഇത്തരമൊരു തസ്തിക മാറ്റം സാധ്യമല്ല എന്നുള്ളത് ദേവസ്വം കമ്മീഷണർ കൃത്യമായി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നു. ആ അറിയിപ്പ് നിലനിൽക്കെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന DOT അടക്കമുള്ള പരീക്ഷ പാസ്സാകാത്തതും അതോടൊപ്പം തന്നെ സീനിയോറിറ്റി ലിസ്റ്റിൽ പേരുൾപ്പെടാത്തതും അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെ ഈ യുവതിക്ക് ദേവസ്വം ബോർഡ് നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് തസ്തിക മാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ കാതലായ പ്രശ്നമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതിന് കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ഇവരുമായിട്ടുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിയമനം നൽകുന്നത് എന്നുള്ള വിമർശനങ്ങളും സജീവമായി ഉയർന്നു വരുന്നുണ്ട്. രോഹിണി, അതായത് പ്രജിത്ത്, ഇത് അനധികൃതമായി തന്നെ ചട്ടവിരുദ്ധമായി തന്നെ ഈ തസ്തിക മാറ്റം നൽകിയതാണ് എന്ന് വ്യക്തമാകുകയും ദേവസ്വം കമ്മീഷണറുടെ അടക്കം പരാമർശം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ സ്വാഭാവികമായും ഒരു പരാതി ഉയരേണ്ടതല്ലേ? അത്തരം പരാതികൾ തന്നെയാണ് ഈ പറയുന്ന തസ്തിക മാറ്റവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കോടതി ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതാണ് ഈ തസ്തിക മാറ്റത്തിനെ എതിർക്കുന്ന ജീവനക്കാരുടെ സംഘടനകൾ അടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുള്ളത്. ഇത് അനധികൃതമായിട്ടുള്ള തസ്തിക മാറ്റമാണ്, അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കരുത്, ഇതിനെതിരെ പ്രതിഷേധിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഈ ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളടക്കം സജീവമായി വരുന്നുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പമാണ് ഇത്തരമൊരു നിർദ്ദേശം ദേവസ്വം കമ്മീഷണർ തന്നെ കൃത്യമായി പറയുന്നു, നിലവിലുള്ള നിയമവ്യവസ്ഥിതികൾക്ക് വിരുദ്ധമായിട്ടാകും ഈ തസ്തിക മാറ്റം നൽകുന്നത്. അതിനുള്ള കാരണങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദേവസ്വം ബോർഡ് സമർപ്പിച്ചുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്നും ഊഴം അനുസരിച്ച് മാത്രം 35% സംവരണം കണക്കാക്കി മാത്രം പ്രൊമോഷൻ അനുവദിക്കുന്നതിനാണ് വ്യവസ്ഥയുള്ളത്. ഈ പറയുന്ന സീനിയോറിറ്റി ലിസ്റ്റിൽ ഈ നേരത്തെ പറഞ്ഞ യുവതി ഇല്ല എന്നുള്ളത് ദേവസ്വം കമ്മീഷണർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് DOT ടെസ്റ്റ് പാസ്സായിട്ടില്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നു. സാധാരണഗതിയിൽ തസ്തിക മാറ്റത്തിനടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടാകണം, ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടാകണം. പക്ഷേ അതില്ല എന്നുള്ളത് കൃത്യമായി ദേവസ്വം കമ്മീഷണർ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയമ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട്
ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് ഈ തസ്തിക മാറ്റം നടത്തിയത് എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു നിയമവിരുദ്ധമായിട്ടുള്ള തസ്തിക മാറ്റത്തിന് ആരാണ് അനുമതി കൊടുത്തത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഏത് ഉന്നതനാണ് ഇതിനു വേണ്ടി പിറകിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജീവനക്കാരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ സജീവമായ ചർച്ചകളുമായി അല്ലെങ്കിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ ഉത്തരവുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം ആണ് ഈ പറയുന്ന കുറെ കാലമായി ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന നിയമനങ്ങളിലും തസ്തിക മാറ്റത്തിലും ഒക്കെ നിലനിൽക്കുന്ന അനധികൃത ഇടപെടലുകൾ, രാഷ്ട്രീയ ഇടപെടലുകൾ, ഇക്കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധവും ജീവനക്കാർക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.